നമസ്കാരം. അൻവറാണ് താരം, സാക്ഷാൽ PV അൻവർ. അതോ അൻവർ ആയിരുന്നു താരം എന്ന് പറയുന്നതാണോ ശരി? അൻവറിന്റെ സമീപകാല ചെയ്തികൾ ഏതാണ്ട് എല്ലാം തന്നെ മാധ്യമ കണ്ണുകൾ പൂർണ്ണമായി ഒപ്പിയെടുത്തു. അതുകൊണ്ട് കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഏറ്റവും അധികം മാധ്യമ ശ്രദ്ധ നേടിയെടുത്ത കേരള പൊളിറ്റീഷ്യൻ ആരായിരുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ. അത് ശ്രീ PV അൻവർ എന്ന നിലമ്പൂർ മുൻ MLA ആണ്. മുൻ MLA എന്ന് പറയുന്നതിന്റെ കാരണം അദ്ദേഹം രാജിവെച്ചു കഴിഞ്ഞു. അദ്ദേഹം പുതിയ പാർട്ടിയിൽ ചേർന്നു. പുതിയ പാർട്ടി എന്ന് പറയാനാവില്ല, മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൽ ഔപചാരികമായി അംഗത്വം എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് സ്വാഭാവികമായി അദ്ദേഹം രാജിവെക്കുക എന്നതല്ല എങ്കിൽ പുറത്താക്കപ്പെടുക. ഒരു സ്വതന്ത്ര MLAക്ക് ഒരു പാർട്ടിയിൽ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു സ്വതന്ത്ര MLAക്ക് മറ്റൊരു പാർട്ടിയിൽ ചേരണം എങ്കിൽ രാജിവെക്കാതെ പറ്റില്ല. അൻവറിന്റെ പദ്ധതി രാജിവെക്കാതെ തന്നെ ഒരു അനൗപചാരികമായി ഇപ്പൊ DMK എന്ന പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം അതിൽ പൂർണ്ണമായും ചേരാതെ അതിന്റെ ഒരു ഫ്രിഞ്ചസിൽ നിന്നുകൊണ്ട് തന്റേതായ ഒരു പാർട്ടി അണികളെ മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പ്രാദേശിക അറേഞ്ച്മെന്റ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കുറച്ചുകൂടെ വലിയൊരു ലഡുവാണ് പൊട്ടുന്നത്. കാരണം 3 സംസ്ഥാനങ്ങൾ അടങ്ങുന്ന വലിയൊരു ജംബോ ലഡു പൊട്ടി. അത് തമിഴ്നാട്, കർണാടക, കേരളം, ഈ 3 സംസ്ഥാനങ്ങളിലെ ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് വികാരമുള്ള ആളുകളുണ്ട്. അത് ഒന്ന് പ്രകടിപ്പിക്കാനായി ഒരു പുതിയ വേദി തേടുന്ന ഒരുപാട് പേരുകൾ ഉണ്ടാവും. ആ ആളുകളിലേക്ക് ഒന്ന് വരാനുള്ള അവസരം മമതാ ബാനർജി തക്കം പാത്തിരിക്കുകയാണ്. ബംഗാളിൽ മാത്രം പേരുകളുള്ള മമതാ ബാനർജിക്ക് ഏതാനും വർഷം മുമ്പ് ഗോവയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ വലിയ തോതിൽ പണം ചെലവഴിച്ചുകൊണ്ട് ഗോവ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നേടി. അതുപോലെ ഗുജറാത്തിൽ, അത് മാത്രമല്ല ഇനി കഴിയുമെങ്കിൽ ഉത്തർപ്രദേശിലും ബീഹാറിലും കൂടി സീറ്റുകൾ നേടി. ഇപ്പോൾ തന്നെ ത്രിപുരയിൽ ഒരു സാന്നിധ്യമുണ്ട് തൃണമൂൽ കോൺഗ്രസിന്. അങ്ങനെ ഒരു പാൻ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ പാർട്ടിയായി, ജെനുവിൻ നാഷണൽ പാർട്ടിയായി മാറാനുള്ള ആഗ്രഹമുണ്ട്. മമതാ ബാനർജിക്ക് പ്രധാനമന്ത്രി പദത്തിൽ എത്തണമെങ്കിൽ ബംഗാളിന്റെ മാത്രം നേതാവായ ഒരു പ്രാദേശിക കക്ഷിയുടെ മാത്രം നേതാവായ ആളിന് അത് അത്ര ക്ഷിപ്രസാധ്യമായ കാര്യമാവില്ല. ഇന്ത്യ മുന്നണിയിൽ തന്നെ കുറച്ചുകൂടി വിലപേശൽ ശക്തി ഉണ്ടാകണമെങ്കിൽ കോൺഗ്രസിൽ നിന്നും വേറിട്ട് കോൺഗ്രസ് വെട്ടുന്ന പാതയിലൂടെ പോകാതെ, കോൺഗ്രസിന്റെ ജൂനിയർ പാർട്ണറായി നിൽക്കാതെ തങ്ങളുടേതായ ഒരു ഇടം അടയാളപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹവും അൻവറിന്റെ ആഗ്രഹവും കൺവേർജ് ചെയ്യുന്നു. ഇനി നോക്കൂ, അൻവർ എങ്ങനെയാണ് ഇടതുപക്ഷവുമായി ഇണങ്ങിയത്, എങ്ങനെയാണ് പിണങ്ങിയത്? ഇണങ്ങിയതിന്റെ കാരണം അദ്ദേഹം കോൺഗ്രസുമായി പിണങ്ങി സ്വതന്ത്രനായി മത്സരിച്ചു. സാമാന്യം നല്ല രീതിയിൽ 40,000 വോട്ടുകൾ അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞു. അത് എറണാകുളം മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചു. പിന്നീട് അദ്ദേഹം പാർലമെന്റ് മണ്ഡലത്തിൽ, വയനാട് പാർലമെന്റ് മത്സരത്തിൽ മത്സരിച്ച ഒരു സ്വന്തം സ്ഥാനാർത്ഥിക്ക് ലഭിക്കാവുന്ന പരമാവധി വോട്ടുകൾ അദ്ദേഹം നേടി. വിജയിച്ചില്ല എങ്കിൽ പോലും, 3ാം സ്ഥാനത്തോ 4ാം സ്ഥാനത്തോ ആയെങ്കിൽ പോലും അദ്ദേഹത്തിന് തന്റെ സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞു. പക്ഷെ പിന്നീട് ഇടതുപക്ഷത്തോടൊപ്പം മത്സരിച്ച് 2016 നല്ല ഭൂരിപക്ഷത്തിൽ, 2021 ഒരു തുച്ഛമായ ഭൂരിപക്ഷത്തിൽ 3000-ൽ താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വന്നു, MLA ആയി. അപ്പൊ ഇടതുപക്ഷ മണ്ഡലമൊന്നുമല്ല നിലമ്പൂർ. അദ്ദേഹം ആദ്യം എറണാകുളം മത്സരിച്ചു, പിന്നീട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും നിലമ്പൂരാണ്. പരാജയപ്പെടുത്തിയ സാക്ഷാൽ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെയാണ്. കോൺഗ്രസുകാർക്ക് ഒട്ടും രസിച്ചിട്ടില്ല കാര്യം. അതുകൊണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ കുപ്പായം തയ്ച്ചു വെച്ച കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ അംഗീകരിക്കില്ല. അതുകൊണ്ട് അൻവറിന് കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരാനുള്ള ഏറ്റവും വലിയ പ്രതിബന്ധം സ്വന്തം മണ്ഡലം തന്നെയാണ്. ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ അവസരം കോൺഗ്രസ് പാർട്ടി കൊടുത്തില്ല എങ്കിൽ പിന്നെ കോൺഗ്രസിലേക്ക് വന്നിട്ട് എന്ത് കാര്യം? പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഘടകകക്ഷിയായി മാറുക എന്നത്. ഇടതുപക്ഷത്തേക്ക് തിരിച്ചു പോകാനാവില്ല. പിണറായി വിജയനെ സാമാന്യം പറയാവുന്ന എല്ലാ ഭാഷയും ഉപയോഗിച്ചുകൊണ്ട്, പറയാവുന്ന എല്ലാ പദപ്രയോഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പറയാവുന്നതിന് പരമാവധി പറഞ്ഞു വെച്ചു. ഇനി അങ്ങോട്ട് തിരിച്ചു കയറാൻ ആവില്ല. അപ്പൊ അദ്ദേഹം ഉയർത്തിയത് കള്ളക്കടത്ത് വിഷയം, സ്വർണ്ണക്കടത്ത് വിഷയം, അഴിമതി എന്ന വിഷയം. അദ്ദേഹം അഴിമതിക്ക് പൂർണ്ണമായി അതീതനല്ല എന്ന് ഓർക്കണം. പക്ഷെ അഴിമതി വിഷയം അദ്ദേഹം ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉയർത്തുന്നു. അപ്പൊ അങ്ങനെ ഒരു മധ്യവർഗത്തിന്റെ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ, മുസ്ലിം സമുദായത്തിന്റെ ഒരു വിഭാഗത്തിന്റെ, നോൺ മുസ്ലിം ലീഗ് സ്പേസിന്റെ മുസ്ലിം കമ്മ്യൂണിറ്റി, അത് കോൺഗ്രസ് ഇതര, മുസ്ലിം ലീഗ് ഇതര, ഇടതുപക്ഷ ഇതര മുസ്ലിം മനസ്സുകളിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെല്ലുന്നു. നല്ല കാര്യം. അതിന് പുറമെ അദ്ദേഹം പുതിയതായി
മറ്റൊരു കോൺസ്റ്റിറ്റ്യുവൻസി കൂടി കണ്ടെത്തി പുതിയതായി. മലയോര കർഷകരുടെ മുഴുവൻ സംരക്ഷണം അങ്ങ് ഏറ്റെടുക്കുകയാണ്. ആന ഇറങ്ങിയാൽ അൻവർ ഉണ്ട് രക്ഷിക്കാൻ, പുലി ഇറങ്ങിയാലും അൻവർ ഉണ്ട് രക്ഷിക്കാൻ. മലയോര കർഷകരുടെ എല്ലാ പ്രശ്നത്തിനും, പാരിസ്ഥിതികമായ നിയന്ത്രണങ്ങൾക്ക്, അതിനും എതിരെ അൻവർ എന്ന് പറയുമ്പോൾ അൻവറിന് മൾട്ടിപ്പിൾ കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ മൾട്ടിപ്പിൾ സെഗ്മെന്റിന്റെ പിൻബലം. അപ്പൊ അവിടെ മലബാർ തെക്കോട്ട് വലിയ പ്രാതിനിധ്യം ഉണ്ടാവില്ല അൻവറിന്. പക്ഷേ മലബാർ മേഖലയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങൾ, വയനാട് ജില്ലയുടെ തെക്കൻ ഭാഗങ്ങൾ, അങ്ങനെയുള്ള ഒരു പ്രദേശത്തെ തൃശ്ശൂർ ജില്ലയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങൾ, ഇവിടെ എല്ലാം തന്നെ സാന്നിധ്യമാവാൻ അൻവറിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കഴിയുമെന്നൊരു ചിന്തയാണ്. അത് പൂർണ്ണമായി അസ്ഥാനത്തല്ല. പക്ഷേ അൻവർ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി സ്വന്തം ദൗർബല്യം പുറത്താക്കി. അദ്ദേഹം വലിയ തോതിൽ, അദ്ദേഹം ഒരു 10,000-15,000 വോട്ട് പിടിച്ചുവെങ്കിൽ നിർണായക ശക്തിയാകും എന്ന് പറയാമായിരുന്നു. പക്ഷെ ഒരു കോൺഗ്രസിൽ നിന്ന് തന്നെ അടർത്തിയെടുത്ത ഒരാളെ കോൺഗ്രസ് പാർട്ടിക്ക് ദോഷമുണ്ടാകുന്ന രീതിയിൽ മത്സരിപ്പിക്കുമ്പോൾ UDF സംവിധാനത്തിന് അൻവറിനെ ഉൾക്കൊള്ളുന്നതിന് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അൻവർ ഇപ്പോൾ ഈ രാജിവെക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സംസാരത്തിലെല്ലാം തന്നെ UDF-മായി ചേർന്നുകൊണ്ട് പിണറായിസത്തിനെതിരെ, ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ശക്തമായ യുദ്ധപ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതേ അൻവർ തന്നെയാണ് അദ്ദേഹം ഇടതുപക്ഷത്തായിരുന്നപ്പോൾ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു എന്നതും പ്രസ്താവ്യമായ കാര്യമാണ്. എപ്പോഴാണ് ഒരാൾ അനഭിമതനാകുന്നത്, എപ്പോഴാണ് അഭിമതനാകുന്നത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ മാറി മറിഞ്ഞതനുസരിച്ച് മാറും. അതിൽ കൂടുതൽ അർത്ഥമൊന്നും അൻവർ പറയുന്നതിന് നൽകേണ്ട കാര്യവുമില്ല. പക്ഷേ അൻവർ പറയുന്ന കാര്യങ്ങളിൽ ആദ്യം പുതുമയുണ്ടായിരുന്നത് കൊണ്ട് ആളുകൾ സാഗൂതം അത് കേട്ടുനിന്നു. പിന്നീട് അൻവർ പറയുന്ന കാര്യങ്ങളിൽ പുതുമയില്ലാതായി. മറ്റേത് രാഷ്ട്രീയക്കാരനെ പോലെയും ഒരു ശരാശരി രാഷ്ട്രീയ മുഖം മാത്രമായി അൻവർ മാറുന്നു. പക്ഷേ ഒരു സ്പേസ് ഇപ്പോഴും അവിടെ കിടക്കുന്നു. അവിടെയാണ് അൻവറിന്റെ സാധ്യത. ഇനിയിപ്പോൾ ചോദ്യം, അൻവർ രാജിവെച്ചു കഴിഞ്ഞു. നിയമസഭാ സ്പീക്കർ AM ഷംസീറിന് അദ്ദേഹം രാജിക്കത്ത് കൈമാറി. അപ്പൊ അദ്ദേഹം ഇപ്പോൾ MLA സ്ഥാനത്തില്ല. അങ്ങനെയെങ്കിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കണം. അതിനുള്ള സാധ്യത വളരെ വലുതാണ്. ഇനി 1.5 വർഷം കൂടിയുണ്ട് സർക്കാരിന്. അപ്പൊ അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നടത്താം. അവസാനം 6 മാസമാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ഇല്ലാതെ തന്നെ അത് പരിഹരിക്കാമായിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം. അങ്ങനെയെങ്കിൽ UDF-ന്റെ ഒരു ഘടക കക്ഷിയായി തൃണമൂൽ കോൺഗ്രസിന്, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ, വരുമോ? ഇനി LDF-ന്റെ ഘടകകക്ഷിയായിട്ട് വരുമോ? അത് സാധ്യമല്ല. കാരണം CPM-മായി കലഹിച്ചാണ് അദ്ദേഹം പുറത്തേക്ക് പോയത്. അതുകൊണ്ട് LDF-ന്റെ ഘടകകക്ഷിയായി വരാനാവില്ല. കാരണം UDF-ഉം LDF-ഉം എല്ലാ കക്ഷികളും തന്നെ ഇന്ത്യ മുന്നണിയിൽ ഔപചാരികമായ അംഗങ്ങളാണല്ലോ. അനൗപചാരികമായി വ്യത്യസ്തതകൾ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ UDF-ന്റെ ഭാഗമായി നിലമ്പൂർ സീറ്റ് തൃണമൂൽ കോൺഗ്രസിന് കൊടുക്കുമോ? എന്റെ ടേക്ക് ഇല്ല എന്ന് തന്നെയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കേണ്ടി വരും. അൻവർ മത്സരിക്കും. ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിന്റെ മാത്രം സ്ഥാനാർത്ഥിയായി അൻവർ മത്സരിക്കും. ഒരുപക്ഷെ BJP-ക്ക് ഒരിക്കലും അൻവറിനെ പിന്തുണ കൊടുക്കാനാവില്ലാത്തതുകൊണ്ട് BJP സ്ഥാനാർത്ഥി മത്സരിക്കും, ഇടതുപക്ഷ സ്ഥാനാർത്ഥി മത്സരിക്കും. അങ്ങനെയെങ്കിൽ ഇടതുപക്ഷ ഇതര വോട്ടുകൾ 3ആയി ചിതറും. ഇടതുപക്ഷ ഇതര വോട്ടുകൾ, നിലമ്പൂർ വലിയ ഇടതുപക്ഷ മണ്ഡലമൊന്നുമല്ല, പക്ഷേ ഇടതുപക്ഷത്തിന്റെ കൂടെ പിൻബലത്തിലാണ് അൻവർ ജയിച്ചു വന്നതെന്ന് ഓർക്കണം. അപ്പൊ ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകൾ, പിണറായി വിരുദ്ധ വോട്ടുകൾ 3ആയി ചിതറും. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയിലേക്കും PV അൻവറിലേക്കും BJP സ്ഥാനാർത്ഥിയിലേക്കും ചിതറുമ്പോൾ അതിന്റെ പ്രയോജനം ഒരുപക്ഷെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു എന്ന് വരാം. അതാണ് ഇലക്ട്രൽ അരിത്തമാറ്റിക്. അത് കണ്ണുമടച്ചുകൊണ്ട് പറയാവുന്ന ഒരു കാര്യമല്ലത്. പക്ഷെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം തനിക്കൊരു 15,000 വോട്ടെങ്കിലും പിടിക്കാൻ സ്വന്തമായി തൃണമൂൽ കോൺഗ്രസ് അവിടെ ഇല്ല. ഇനി ബംഗാളിൽ നിന്ന് സംസ്ഥാനത്തേക്ക് ജോലി ചെയ്യാൻ വരുന്ന എല്ലാ ബംഗാളിയും ചേർന്ന് വോട്ട് ചെയ്യാൻ പറ്റും. അവർക്ക് വോട്ടവകാശമില്ല. അവരുടെ മക്കൾക്ക് ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഇവിടെ ജനിച്ചു വളർന്നവർക്ക് വോട്ടവകാശം ഉണ്ടായേക്കാം. പക്ഷേ അതൊക്കെ ചില ആലങ്കാരിക ചോദ്യങ്ങൾ മാത്രമാണ്. അപ്പം എങ്ങനെയാണ് അൻവർ ഇനിയും ബംഗാളിലെ ഒരു പാർട്ടിയായ തൃണമൂലിനെ കുറിച്ച് സംവിധായകരോട് പറയുക? ബംഗാളിൽ കടുത്ത ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ടാണല്ലോ ബംഗാളിലെ വർക്ക് ഫോഴ്സ് ചിലർ ഇങ്ങോട്ട് വരുന്ന ജോലി ചെയ്യാൻ. നമ്മൾ ബംഗാളികൾ എന്ന് പറയുന്ന എല്ലാവരും ബംഗാളിൽ നിന്നല്ല കേട്ടോ. ഉത്തർപ്രദേശിൽ നിന്നും മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഒക്കെ വരുന്നവരെല്ലാം നമ്മൾ ബംഗാളി എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പം ബംഗാളിൽ നിന്നും വരുന്ന ആളുകൾ, അതേ ഒരു പാർട്ടിക്ക് എങ്ങനെ ബംഗാളിൽ നിന്ന് വരുന്ന ആളുകൾ ഇവിടെ ജോലി ചെയ്യാൻ വരുമ്പോൾ മലയാളിയുടെ ചിന്ത എന്താ? ബംഗാളിൽ സ്ഥിതിഗതികൾ ഭദ്രമല്ല, ഇടതുപക്ഷം ഭരിച്ചപ്പോഴും ഭദ്രമല്ല, മമതാ ബാനർജി ഭരിക്കുമ്പോഴും ഭദ്രമല്ല. അങ്ങനെയെങ്കിൽ മമതാ ബാനർജിയുടെ കാൻഡിഡേറ്റ്, തൃണമൂൽ കോൺഗ്രസിന്റെ കാൻഡിഡേറ്റിന് ജനം എന്തിനു വോട്ട് ചെയ്യണം? അദ്ദേഹത്തിന് എന്താണ് പറയാനുണ്ടാവുക? ബംഗാളിനേക്കാൾ ഭേദപ്പെട്ട നിലയിലാണല്ലോ കേരളം, എന്തായാലും സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹ്യമായിട്ടാണെങ്കിലും ഏത് രീതിയിലും. അതുകൊണ്ട് അവിടൊക്കെ അൻവറിന് പ്രതിബന്ധങ്ങളുണ്ട്. പക്ഷേ അൻവറിന്റെ മോഹം ഇതൊന്നും ആയിരിക്കില്ല. മമതാ ബാനർജി ഒരുപക്ഷെ വ്യക്തമായി നമുക്കറിയില്ല, പക്ഷേ സൂചന ഇതാണ്, മമതാ ബാനർജി
പറയുന്നത് ഇതാണ്: താങ്കൾക്ക് 3 സംസ്ഥാനങ്ങൾ ചുമതല തന്നിരിക്കുന്നു, പോയി മത്സരിക്കൂ, വിജയിച്ചു വരൂ, പരാജയപ്പെട്ടാലും രാജ്യസഭയിൽ ബംഗാളിൽ നിന്നൊരു സീറ്റ് തരാം, നിങ്ങൾ കേന്ദ്രത്തിലേക്ക് വാ, എന്നിട്ട് 3 സംസ്ഥാനങ്ങളുടെയും കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കൂ എന്ന ചിന്തയായിരിക്കാം മമതാ ബാനർജിയുടെ മനസ്സിൽ. അതുകൊണ്ട് അൻവർ ഒരു വലിയ പ്രതിഭാസം തന്നെയാണ്. അൻവർ റെഫ്യൂസ് ടു ഫെയ്ഡ് അവേ ഇൻ ടു ഒബ്ലിവിയൻ ഫ്രം പീപ്പിൾസ് മൈൻഡ്. അപ്പോൾ പരാജയത്തിലും പ്രതിബന്ധങ്ങളിലും വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാൻ കഴിയുന്ന അൻവറിന്റെ ഒരു മെയ്വഴക്കത്തിന് ഒരു ബിഗ് സല്യൂട്ട്.